അവതരിപ്പിക്കാൻ പോകുന്നത് കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കാൻ ശേഷിയുള്ള ഒരു തരം പെയിന്റ് ആണ്. ഇതിന് ഞങ്ങൾ പേര് നൽകിയിരിക്കുന്നത് ഗ്രീൻ സ്കിൻ എന്നാണ്. സൂര്യപ്രകാശം ഉപയോഗിച്ച് ഈ പെയിന്റ് അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുന്നു. സൂര്യപ്രകാശം എന്നത് ഇതിന്റെ പ്രവർത്തനത്തിനായി വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. വീടിന്റെ മേൽക്കൂരകളിലും മതിലുകളിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഡൽഹി പോലെ കൂടുതൽ വായുമലിനീകരണം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. 4 ആഴ്ചയോളമാണ് ഇതിന്റെ കാലാവധി. അടുത്തതായി നമുക്ക് ഇതിന്റെ ചേരുവകൾ പരിചയപ്പെടാം. ആദ്യമായി 400 ml ലീഫ് എക്സ്ട്രാക്ട്. ഞങ്ങൾ ഇവിടെ ചീരയുടെ ലീഫ് എക്സ്ട്രാക്ട് ആണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു വലിയ പ്ലാസ്റ്റിക് ബൗളിലേക്ക് ഇടാം. അടുത്തതായി ബേക്കിംഗ് സോഡ 100 ഗ്രാം. അതിനുശേഷം 50 ഗ്രാം ആക്ടിവേറ്റഡ് ചാർക്കോൾ. അലോവേര ജെൽ 100 ml. ഇനി ഇത് നല്ലോണം മിക്സ് ആക്കണം. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ സ്കിൻ റെഡി ആയിരിക്കുന്നു. ഇനി നമുക്ക് ഇതൊരു കാർഡ്ബോർഡ് ബീഡിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഞങ്ങൾ ഈ വീടിന്റെ പകുതി ഗ്രീൻ സ്കിൻ അടിച്ചു തീർന്നിട്ടുണ്ട്. ശേഷം കുറച്ച് നിമിഷം ഇത് ഉണങ്ങുന്നതിനായി മാറ്റിവെക്കാം. ഉണങ്ങിയതിനു ശേഷം ട്രാൻസ്പെറന്റ് ഗ്ലൂ ഇതിന്റെ മുകളിൽ അപ്ലൈ ചെയ്യാം. ഇതോടെ ഗ്രീൻ സ്കിൻ പൂർത്തിയായി. ഇനി ഇത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാൻ സൂര്യപ്രകാശത്തെ വെച്ച് മഞ്ഞൾപ്പൊടി വെള്ളം തളിക്കാം. മഞ്ഞൾപ്പൊടി വെള്ളം കാർബൺ ഡയോക്സൈഡുമായി പ്രവർത്തിക്കുമ്പോൾ റെഡിഷ് ബ്രൗൺ അല്ലെങ്കിൽ ഓറഞ്ച് കളറായി മാറുന്നു. ഇത് ഞങ്ങൾ മുമ്പ് പരിശോധിച്ച ഒരു പീസാണ്. ഇതിൽ മഞ്ഞൾപ്പൊടി വെള്ളം തളിച്ച ഭാഗത്ത് റെഡിഷ് ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. അതിനർത്ഥം ഈ പെയിന്റ് കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുന്നു എന്നാണ്. ഇനി നമുക്ക് അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും പരിചയപ്പെടാം. ഈ പെയിന്റ് കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുന്നത് പ്രകാശ സംശ്ലേഷണത്തിലൂടെ ആയതിനാൽ ഇത് പകൽ സമയങ്ങളിൽ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു. ഇത് ഈ പെയിന്റിന്റെ അഡ്വാൻറ്റേജ് ആണ്. എന്നാൽ രാത്രി സമയങ്ങളിൽ ഈ പെയിന്റ് കുറച്ചളവിൽ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിട്ട് കുറച്ചളവിൽ ഓക്സിജൻ വലിച്ചെടുക്കുന്നു. ഇത് ഈ പെയിന്റിന്റെ ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും ഈ പെയിന്റ് വളരെയധികം വായു മലിനീകരണം കുറയ്ക്കുന്നു. അതുകൊണ്ട് ഇത് ഈക്കോ ഫ്രണ്ട്ലി ആണ്. കാർബൺ ഡയോക്സൈഡ് എന്നത് ചെടികളുടെ വളർച്ചയ്ക്ക് വളരെ അധികം അത്യാവശ്യമായ വാതകം ആണ്. എന്നാൽ അന്തരീക്ഷത്തിന്റെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് ആഗോളതാപനത്തിന് കാരണമാകുന്നു. ആഗോളതാപനം മൂലം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. കാർബൺ ഡയോക്സൈഡ് എന്നത് വായു മലിനീകരണത്തിന് പ്രധാന കാരണമാണ്. ഇനി നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസിന്റെ യൂസസ് നോക്കാം. ലീഫ് എക്സ്ട്രാക്ട് ഫോട്ടോസിന്തസിസ് നടത്താൻ. ബേക്കിംഗ് സോഡ ഫോട്ടോസിന്തസിസ് കുറച്ചു നാൾ കൂടി നിലനിൽക്കാം. ആക്ടിവേറ്റഡ് ചാർക്കോൾ രാത്രി സമയങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി. അലോവേര ജെൽ മോയ്സ്ചർ കുറച്ചു നാൾ കൂടി നിലനിൽക്കാൻ. വാട്ടർ ഈ പെയിന്റ് പേസ്റ്റ് രൂപത്തിലാവുന്നതിന് വേണ്ടി. ട്രാൻസ്പെറന്റ് ഗ്ലൂ അതിന് പ്രൊട്ടക്റ്റീവായ കവറിംഗ് കൊടുക്കാം. ടെർമൈറ്റ് സൊല്യൂഷൻ ഈ പെയിന്റ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കാൻ. ഇതോടെ ഞങ്ങളുടെ കുഞ്ഞാശയം പൂർണ്ണമാകുന്നു. നന്ദി.